അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ഇത് കട്ടുന്നില്ലല്ലോ? എനിക്ക് മാത്രമൊന്നുമല്ലല്ലോ കട്ടുന്നതെന്ന്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ ഉസ്താദെ, ഞാൻ ഇപ്പോ ഇന്നലെ ഒരു വഹാബി, എന്റെ ഒരു മുജാഹിദ്, ഒരു മൗലവി ഷോപ്പിൽ വന്ന ടൈമില് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂപ്പര് എന്നോട് പറഞ്ഞു ഇങ്ങനെ, എന്താ പറയാ, മരിച്ച ആളുകള് കേൾക്കൂല എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, എന്നാ ഒന്ന് പറഞ്ഞു കാട്ടിക്കാണെന്ന് പറഞ്ഞു. നമുക്കറിയാത്തോണ്ടാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കാട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്ക് ഏതായാലും സൂറത്തിൽ ഏതോ ഒരു സൂറത്തിൽ നിന്ന് അദ്ദേഹം ഒരു ആയത്ത് ഓതിയിട്ട് അദ്ദേഹം അതിന്റെ വിശദീകരണം എങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. അതായത്, നബിയെ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് ഉസ്താദ് മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നൊരു സംശയം എനിക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെ എന്നോട് പറഞ്ഞു, അദ്ദേഹം അത് ഓതിയിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ, നബിയെ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എനിക്ക് ഉസ്താദ് അതെ ഉസ്താദ് ഒന്ന് വിശദീകരിച്ചിട്ട് അപ്പൊ ഞാൻ കേട്ടൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അപ്പൊ അത് ശരിയാണോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തില്ല. നമുക്ക് അത്ര അറിവുള്ള ആളുകളൊന്നുമല്ല, നമ്മള് എന്താ പറയാ, സാധാരണക്കാരനല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഇത്രയും മാത്രം എന്നോട് പറഞ്ഞത്, അതിന്റെ ഒരു വിശദീകരണമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നബിയെ നിങ്ങൾക്ക് അവരെ മരിച്ചവര് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണല്ലേ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെയല്ല കേട്ടിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു രീതിയിലാണ്, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അതായത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല, ഞാൻ കേൾപ്പിക്കുന്നത് പോലെ അങ്ങനെയാണ് എന്റെ ഓർമ്മയിലുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അത് സമ്മതിച്ചും ചെയ്ത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോ അത് പറഞ്ഞത്, നബിയെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല, ഞാൻ കേൾപ്പിക്കുന്നത് പോലെ. അതായത് അള്ളാഹു ആണ് കേൾപ്പിച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് ഒന്നുമില്ലല്ലോ, അതില് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോ അങ്ങനത്തെ രീതിയിൽ ചോദിച്ചപ്പോ അദ്ദേഹം അതും സമ്മതിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം അതും സമ്മതിച്ചപ്പോ എനിക്ക് സംശയം, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ, അതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് അങ്ങനെയാണോ എന്നുള്ളതൊന്ന് ഉസ്താദ് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഉഷാറാണ്. ഞാൻ ഉസ്താദ് പറയുന്ന മുമ്പ് കേട്ടിട്ടുണ്ട്, ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. അത് ശരിയാണോ എന്നുള്ളത് നമുക്കിങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഉസ്താദ് ഞാൻ മൈക്കിൽ വിഷയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്ത് നിയാസ് ഒരു സാധാരണക്കാരനാണ് എന്നാ പറഞ്ഞത്. പറച്ചോനെ, അസാധാരണക്കാരനാണ് എന്നാറ്റാൻ പറഞ്ഞാൽ ഇവിടെ ആരാ അസാധാരണക്കാരൻ? അത് അസാധാരണത്താറ്റ ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ദീനുൽ ഇസ്ലാമെന്ന് പുറത്തല്ലേ നിയാസേ? എത്താ നിയാസേ, നബിനെ കുറിച്ച് പോലും അസാധാരണാന്ന് പറഞ്ഞുകൊണ്ട് പറ്റൂല. പിന്നെ ഇപ്പൊ നിങ്ങളല്ലാത്ത നബി അല്ലാത്ത തന്നെ അസാധാരണത്വം പറഞ്ഞാ അതിക്ക് അന്നേരം ചൂടാവും. അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട, പോലെ ചൂടാക്കണ്ട. അപ്പൊ വിഷയത്തിലേക്ക് വരാം. ഇന്നക ലാ തുസ്മിഉൽ മൗത, ഒരായത്ത് അതാണ്. വേറൊരായത്തുണ്ട്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നും ആയത്തുണ്ട്. അതിൽ ആയത്തിനെ വഹാബി അർത്ഥം വെച്ചത് തെറ്റി എന്ന് പറയണം. അത് പൂർണ്ണമായിട്ടും സൂറത്തുൽ നംലിലും സൂറത്തുൽ ഫാത്തിറിലും ഉണ്ട് 2 ആയത്തുകൾ. അപ്പൊ വഹാബി അർത്ഥം വെച്ചത് ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ നബിയെ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ്. അതാണ് വഹാബി അർത്ഥം വെച്ചത്, അല്ലേ? അർത്ഥം പറഞ്ഞത് നിയാസ് അങ്ങനല്ലേ? അങ്ങനൊരു അർത്ഥം ലോക ചരിത്രത്തിലോ ഒരൊറ്റ ഭാഷാ പണ്ഡിതൻ പോലും അതിന് അർത്ഥം പറയില്ല. ഒരു ഭാഷ അറിയുന്ന, തഫ്സീറും എല്ലാം മാറ്റിവെക്കുക, ഒരു ഭാഷ അറിയുന്ന ഒരാൾക്ക് അങ്ങനെ, ഒരു അറബി ഭാഷയിൽ ബാലപാഠമുള്ള ഒരാൾക്ക് അങ്ങനെ അർത്ഥം പറയാൻ നിർവാഹമില്ല. ഈ കഴിയില്ല എന്ന് മൂപ്പര് കൂട്ടിയത് മൂപ്പര വകയാണ്. അത് ആ ആയത്തിൽ ഏത് വാക്കിന്റെ അർത്ഥമാണ്? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നതിൽ ഏത്
വാക്കിന്റെ അർത്ഥമാണ് കഴിയില്ല എന്നത്. അങ്ങനെ അത് ഓല ആവശ്യത്തിന് ഇങ്ങനെ കുറച്ചൊക്കെ കൂട്ടിയിട്ടും കുറച്ചൊക്കെ കുറച്ചിട്ടും പഴയ കാലത്ത് നമ്മളെ അഹ്ലു കിതാബുകാർ ചെയ്ത മാതിരി ആവശ്യമുള്ളത് കൂട്ടുക, ആവശ്യമില്ലാത്തത് കക്കുക എന്നുള്ള ഇവരെ വല്യപ്പാപ്പാരെ പരിപാടി ഇവരിപ്പോ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടു നടക്കുകയാണ്. അതിങ്ങനെ അത് വാലറ്റ് പോയി അവരിന്ന് തോന്നിപ്പോകരുതല്ലോ. അവരുടെ പിന്മുറക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമല്ലോ പൊതുജനത്തെ. അതിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യണത്. എന്ത് കുറച്ചൊക്കെ കൂട്ടിയിട്ടൊക്കെ അർത്ഥം പറയാം. അപ്പൊ എന്താ അർത്ഥം? ഇന്നക നബിയെ നീ എന്നാണ് ബഹുമാനിച്ച് നമ്മൾ പറയുമ്പോ നബിയെ നിങ്ങൾ. ഭാഷപരം അർത്ഥം പറയാണ് നബിയെ നീ എന്നാണ്. നമ്മൾ കുറച്ച് തഅ്ളീം തശ്രീഫിന്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ പറയും എന്ത് നബിയെ നിങ്ങൾ. ലാ തുസ്മിഉ നബിയെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്നാണ്. നബിയെ നിങ്ങൾ കേൾപ്പിക്കില്ല അൽ മൗത മരണപ്പെട്ടവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്നാണ്. അത് ശരിയല്ലേ? ജീവിച്ചിരിക്കുന്നവരെ നബി കേൾപ്പിക്കുവോ? അതും ഇല്ലല്ലോ. നിങ്ങളെ കേൾപ്പിക്കുന്നത് നബിയാ? അല്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് കൂടെ ഇരുന്ന ആളല്ലേ. അപ്പൊ ഉമറുൽ ഖത്താബ് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അത് അബൂബക്കർ തങ്ങൾ കേട്ടു. ആ കേട്ടത് കേൾപ്പിച്ചത് നബിയാ? അല്ലല്ലോ. അത് തന്നെയല്ലേ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ആളുകളെ നബി കേൾപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ മരിച്ചവരെയും നബി കേൾപ്പിക്കുന്നില്ല. മറിച്ച് കേൾപ്പിക്കുന്നത് ആരാണ്? ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കുന്നത് അള്ളാഹു ആയതുപോലെ തന്നെ മരണപ്പെട്ടവരെയും കേൾപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഇതിന്റെ വ്യക്തമായ രൂപമാണ് വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂറിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് എടുത്തു നോക്കിയാൽ കിട്ടും. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കുന്നു. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ നബിയെ ഖബറിലുള്ളവരെ, അഥവാ മരിച്ച ആൾക്കാരെ മാത്രമല്ല, മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ പോയ ആളുകളെ. അതാണ് കുറച്ചുകൂടി കാഠിന്യമായ പ്രയോഗമാണത്. മരിച്ച ആളെ മാത്രമല്ല, മരിച്ച് മണ്ണിന്റെ ഉള്ളിൽ മഖ്ബൂരിങ്ങളായ മംഫിൽ ഖുബൂറായ ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നത് നിങ്ങളല്ല, മറിച്ച് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹുവാണ് കേൾപ്പിക്കുന്നത്. അപ്പൊ മരിച്ചവര് കേൾക്കും എന്നാണ് ആയത്തിലുള്ളത്, മറിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങളല്ല, അല്ലാഹുവാണ്. മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കുന്നവർ കേൾക്കും എന്നതുപോലെ തന്നെ മരിച്ചവർ കേൾക്കും, മറിച്ച് എന്തു മാത്രമേ ഉള്ളൂ? കേൾപ്പിക്കുന്നത് നബിയെ നിങ്ങളല്ല. ഇപ്പോ ഖലീബി ബദറിലെ പൊട്ടക്കിണറ്റിലുള്ള ഒരു വിഭാഗത്തെ, അഥവാ അബൂജഹൽ അടങ്ങുന്ന മുശ്രിക്കീങ്ങളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബാ ജഹ്ൽ ഇബ്നു ഹിഷാം എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് റിവായത്ത് അതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. വിളിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഒരു കേൾക്കുവോ നബിയെ? സംശയമാണ്. മുജാഹിദീങ്ങൾക്ക് ഇന്നുണ്ടാകുന്ന സംശയം അന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, നീ കേട്ടതിനേക്കാളും ഭംഗിയായി മരണപ്പെട്ട അവര് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികം സംശയം, നബിന്റെക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ ഇത് എന്ന് വന്നുപോകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. നബി വിളിച്ചപ്പം കേട്ടുവാ. അത് അങ്ങനെ ഒരു അഭിപ്രായം അവിടെ കൊണ്ടുവരാനുള്ള വകുപ്പുണ്ട്. അത് ഇതുണ്ടല്ലോ, എന്ത് ഒരു മുഅ്ജിസത്തിന്റെ വഴിയിൽ മാത്രമുള്ളൊരു വിഷയാറ്റ് ആവുമോ എന്നുള്ളൊരു സംശയം. അതിനാണ് ഖുർആൻ പറഞ്ഞത് അത് മുഅ്ജിസത്തിന്റെ വക നബി കേൾപ്പിച്ചതല്ല, മറിച്ച് എന്താണ്? അള്ളയാണ് ഈ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ കൊടുക്കുന്ന അള്ളയാണ് കേൾപ്പിക്കുന്നത്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല. അപ്പൊ മരിച്ചോല് കേൾക്കുന്ന തന്നെയാണ് ആയത്തിന്റെ ലക്ഷ്യം. അത് വിശദീകരിച്ചുകൊണ്ട് അഇമ്മത്ത് മുഫസ്സിരീങ്ങളൊക്കെയും പറഞ്ഞതും മരിച്ചോല് കേൾക്കുന്ന തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞോ? ദെൻ മൈക്കിലേക്ക് വന്നോളൂ. ബിസ്മി ജസ്റ്റ് സെക്കൻഡ്. നിയാസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ബിസ്മിയിലേക്ക് പോകാവുന്നതാണ്. മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ഇവിടെ വേറെയുള്ളൊരു വലിയ മൗലവിയാണ് ഇസ്ലാമിലുള്ള ക്ലാസ്. അദ്ദേഹം ഞാനത് പറഞ്ഞപ്പോ അദ്ദേഹം അത് സമ്മതിച്ചും ചെയ്ത്. അപ്പൊ എനിക്ക് ആ കൺഫ്യൂഷൻ ആയി, എന്താ പോയി ചങ്ങായി പറയുന്നത്. അദ്ദേഹം സമ്മതിച്ചു, അങ്ങനെ തന്നെയാണ് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇതിങ്ങനെയല്ല വരിക, നമ്മൾ പറഞ്ഞത് അപ്പൊ ശരിയല്ലേ എന്ന് ചോദിച്ചു.
അപ്പൊ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല, ഞാൻ ആ പറയുന്നത് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ വിഷയത്തിൽ നിന്നൊക്കെ വിട്ടിട്ട്, അതിപ്പോ ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോ അതിന്റെ ആ വിഷയമൊക്കെ വിട്ടിട്ട് അദ്ദേഹം അതിന്റെ ശേഷം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ആ സബ്ജക്ട് ക്ലിയർ ആയിട്ട് ഉസ്താദെ, അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹം സമ്മതിച്ചൊക്കെ ചെയ്തു. സമ്മതിച്ചതിന് ശേഷം അദ്ദേഹം ആ ചർച്ച അങ്ങോട്ട് വിട്ടു. ഞാൻ ആ സംസാരിക്കുന്ന ആ കാര്യം അങ്ങോട്ട് വിട്ടുകൊണ്ട് അദ്ദേഹം പിന്നെ വേറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ചിട്ട് ചോദിച്ചു. അതായത് ഒരു വഹാബി പൊട്ടി ചിതറിയ ഒരു ഹദീസ് ഉണ്ടല്ലോ, യാ ഇബാദല്ലാഹ് ഐസുനി എന്ന് പറഞ്ഞുള്ള ആ ഹദീസ്. അതിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അത് എന്താണ് സംഭവം? അതിനെ ടിവിയിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം വരാതെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയൊരു വ്യക്തി. അദ്ദേഹം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂമില് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മുങ്ങിയൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം ഇവിടുന്ന് മുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇന്നലെ വന്നു എന്റെ അടുത്ത് വന്നിട്ട് അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ സംസാരം ഉണ്ടായി. അപ്പൊ ആ വിഷയമാണ് വിട്ടിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെ, അപ്പോ ഈ ഹദീസിനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെക്ക് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിളിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയതിനു ശേഷം ഇന്നലെ നൈറ്റിൽ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ നോക്കി. അപ്പൊ നോക്കിയിട്ട് ഈ പറഞ്ഞ ഹദീസ് ഞാൻ നോക്കി. അപ്പൊ നോക്കിയിട്ട് ആ ഹദീസിൽ ഉള്ളത് സംഭവം ശരിയാണ്, പക്ഷെ അതില് അതായത് അത് ഹദീസ് ലൈഫാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് ആ ഹദീസ് ലൈഫ് ആക്കിയിട്ടുണ്ട്? ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ആരും ലൈഫ് ആക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ STVയിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഇതിൽ നിൽക്കുന്ന എല്ലാ ഐഡിക്കും അറിയാമായിരിക്കും. STVയിൽ വന്നതിന് ശേഷം ഏതൊരു വഹാബിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത്, അത് നമ്മൾ ഉസ്താദുമാരിൽ നിന്ന് മാഷാ അല്ലാഹ് ആ കാര്യത്തില് ഒരുപാട് സന്തോഷവാനാണ്. കാരണം നമ്മുടെ ഉസ്താദുമാർ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ആ കാര്യത്തിൽ ഉസ്താദുമാരൊരു ചർച്ച കേട്ടിട്ടൊക്കെ ആ കാര്യത്തിൽ ഏതൊരു വഹാബിന്റെ അടുത്തും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ട്, പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം അപ്പൊ പറഞ്ഞ അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും കേട്ടു, ഒരു സ്വഹാബി പറയുന്നത് കേട്ടിട്ട് ആ സ്വഹാബി മറ്റൊരു സ്വഹാബിയോട് പറഞ്ഞ് ആ സ്വഹാബി മറ്റൊരു സ്വഹാബിയോട് പറഞ്ഞിട്ട് എന്താ പറയാ, അത് ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇദ്ദേഹം അത് ഹദീസ് ക്രോഡീകരിച്ചതാണ്. അങ്ങനെയാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ആ സ്വഹാബിയെ കുറിച്ച്, അതായത് ഇത് പറഞ്ഞ സ്വഹാബിയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് കാരണം നമുക്കത് സഹിയായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഇനിയിപ്പോ അത് സഹിയായി വന്നാൽ തന്നെ അതില് മരിച്ചവരോട് സഹായം ചോദിക്കുന്നതിൽ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു വലിയൊരു, അതായത് അവര് പറയുന്ന ഒരു പണ്ഡിതനാണ് എന്നാണ് അവര് പറയുന്നത്. ഇവിടെ ഇസ്ലാമിക് സെന്ററിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്, ഒരു വ്യക്തിയാണ്. ഇവിടെ ബഹ്റൈൻ ഇസ്ലാമിക് സെന്ററിൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഉസ്താദാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇവിടുത്തെ ഒരു മുജാഹിദ് പ്രവർത്തകന് പരിചയപ്പെടുത്തി തന്നതാണ് എനിക്ക്. അപ്പോ ഏതായാലും ഞാൻ അദ്ദേഹത്തോട് അപ്പോ ഇങ്ങനെ ചോദിച്ചു, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ലൈഫാക്കി പറഞ്ഞിട്ടില്ല. അപ്പോ അത് ഇനി സ്വഹീഹ് ആണെങ്കിൽ തന്നെ അത് മരിച്ചവരോട് സഹായം ചോദിക്കാൻ കഴിയില്ല ആ ഹദീസ് വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമകളിൽ എന്നുള്ളതില് എല്ലാവരും നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണല്ലോ. അത് മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്ന എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ഞാൻ പറയുന്നത് തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉസ്താദുമാര് അത് തിരുത്തി തരണം. നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കും ഉസ്താദ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ല, എല്ലാവരും കേൾക്കുന്ന അല്ല ഉസ്താദെ? കേൾക്കുന്നില്ല കുറച്ചനെ DC ആയ ഞാന്. ഓക്കെ. അപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ ഇദ്ദേഹം എന്നോട് പറഞ്ഞു,
അപ്പോ ഇദ്ദേഹം പറഞ്ഞു അത് അതിനുള്ള ഒരു തെളിവല്ല, ഇനി സ്വഹീഹ് ആയത്തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഈ അപ്പൊ ജിന്നുകളെ വിളിക്കുക, അദ്ദേഹം ഒരു മുജാഹിദായനായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു, ഫോണിലൂടെ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ചോദിച്ചു, ഈ അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിന്നുകളോട് വിളിക്കാൻ പറ്റുമോ, ആദ്യം ചോദിച്ചു മലക്കളോട് വിളിക്കാൻ പറ്റുമോ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇങ്ങനെ മലക്കുകളില് ഒരുപാട് മലക്കുകൾ, മരിക്കാത്ത മലക്കുകളുണ്ട്, അവരോട് നമുക്ക് സഹായം ചോദിക്കാം, അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ജിന്നുകളോട് വിളിക്കാൻ പറ്റുമോ, അപ്പൊ ജിന്നുകളോട് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അപ്പോഴും ഇതേ മറുപടി, അതിലുമുണ്ട് മരിക്കാത്ത ആളുകൾ, അവരോടും ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് എല്ലാം ശരി, ഞാൻ ഉസ്താദ്മാരോടൊന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് ആ ഹദീസിനെ കുറിച്ചിട്ടൊന്ന് ഉസ്താദ് വിശദീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കുറെ ചിരിച്ച് അത് ആലോചിച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ നമുക്ക് അത് കേട്ടപ്പോ ഒരു ചിരി വന്നത്, ഞാൻ കുറെ ചിരിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചത് ചിരിക്കൊന്നും വേണ്ട, ദീനിന്റെ കാര്യമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ കേട്ടപ്പോ ചിരിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം എന്നോട് എങ്ങനെ പറഞ്ഞു. അപ്പൊ ഉസ്താദ് ഹദീസിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് എങ്ങനെ പറഞ്ഞു, അത് നമുക്ക് സഹിയായി അംഗീകരിക്കാൻ കഴിയില്ല. അതായത് ഇങ്ങനെ ഒരു സ്വഹാബി കേട്ട് ആ സ്വഹാബി മറ്റൊരു സ്വഹാബിയോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുള്ള, ആ കാലത്ത് ജീവിച്ചിരുന്ന സ്വഹാബികൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞ് അങ്ങനെ 2-3 ആൾക്കാർ പറഞ്ഞതിന് ശേഷം ആണ് ഇത് ഈ ഹദീസായി ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്വഹാബിയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അപ്പൊ ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള വിവരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്ത് മാഷാ അല്ലാഹ് നിയാസ്, അയാള് എനിക്ക് തോന്നിയ സംസാരം കേട്ടിട്ട് അയാൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അയാൾ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഒന്നും അയാൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞില്ല എന്ന്. പിന്നെ അയാൾ പറഞ്ഞത് ഈ ഹദീസ് ലഈഫാണ് എന്നാ, ഈ ഹദീസ് ലഈഫാണ് എന്നാ പറഞ്ഞത്. അത് നിങ്ങൾ ചോദിച്ചു അത് ഏത് ഇമാമ അപ്പോ ലഈഫാന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനല്ല ഇപ്പൊ നമ്മളും പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഇമാമും പറഞ്ഞിട്ടില്ല അങ്ങനെ. എന്ത് ലഈഫാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതിലുള്ള 1-2 റാവിമാര് റസൂലുള്ളാഹിൽ നിന്ന് ഇന്നാള് കേട്ടു, അതിനുശേഷം ഇന്നാള് കേട്ടു, അതിനുശേഷം ഇന്നാള് കേട്ടു എന്ന് പറയുന്നു അല്ലേ? ആ ഇന്നാള് കേട്ടു, ആ ഇന്നാള് കേട്ടു, ആ ഇന്നാള് കേട്ടു, അങ്ങനെ തന്നെയല്ലേ സാധാരണ ഹദീസ് ഇല്ലേ? ബുഖാരിയിലുള്ള ഹദീസ് എങ്ങനെ ഉണ്ടാവുക? ഞാന് ഇന്നാളിൽ നിന്ന് കേട്ടു, ആ ഇന്നാള് മറ്റാളിൽ നിന്ന് കേട്ടു, ആ മറ്റാള് അവിടുന്ന് അങ്ങോട്ട് കിട്ടും ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ സാധാരണ ഹദീസ് ഉണ്ടാവുക. അതിനല്ലേ ഹദീസിന്റെ സനദ് എന്ന് പറയാ ഇല്ലേ? അതിനാണല്ലോ ഹദീസിന്റെ സനദ്. പിന്നെ അതിൽ ഒരാളെ കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം ഇല്ല. ശരി, അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത ആളെ പറ്റിയല്ലേ ലഈഫ് എന്ന് പറയാ? അതല്ലേ ഇപ്പൊ മൂപ്പര് പറയണേ. അങ്ങനെ ആകുമ്പോ ആ ഹദീസിനെ കുറിച്ചല്ല പണ്ഡിതന്മാര് ലഈഫായ ഹദീസ് എന്ന് പറയേണ്ടത്. അങ്ങനെ ആ രീതി ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. നിക്കണങ്ങള് മനസ്സിലാക്കണം. അങ്ങനെ ഒരാള് മോശക്കാരനുണ്ടെങ്കിൽ, ആ മോശക്കാരനായ ഒരാളുണ്ടെങ്കിൽ പണ്ഡിതന്മാർ ആ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല കേട്ടോ. മാത്രല്ല ചർവണം നടന്ന ഹദീസാണിത്, വെറുതെ അല്ല. ഈ ഹദീസ് ചർവണം നടന്ന ഹദീസല്ലേ? അപ്പൊ എന്തായാലും പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് മിനിമം അൽബാനി പറയേ, എങ്ങനെ അദ്ദേഹം പറയൂലേ അത് ലഈഫാന്ന് പറയണ്ടേ? അൽബാനി പോലും അഖൂലു കമാ ഖാലൂന്ന, പണ്ഡിതന്മാര് പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ ഇത് തെളിവിന് യോഗ്യമാണ് എന്നാ. എന്തിനാ പിന്നെ? നിങ്ങൾ ആലോചിച്ചേക്ക്. എനിക്ക് ഈ ഹദീസ് അറിയില്ല. ഇനി ഹദീസിന്റെ മത്തിന് സനദ് കിട്ടിയിട്ടില്ലായിരുന്നു. ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ സനദ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു ഞാനിത് എഴുതുന്നവരേക്കും. ഇപ്പൊ എനിക്ക് അതിന്റെ ഹദീസിന്റെ സനദ് കിട്ടി. ഞാൻ ആ ഹദീസിന്റെ സനദ് ഇപ്പം പഠിച്ചു. മൂപ്പര് പറയാ ഞാൻ ഈ ഹദീസിന്റെ സനദ് ഇപ്പൊ പഠിച്ചു.
പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി അഖൂലു കമാ ഖാലൂന, പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ പോലെ ആ ഹദീസിന് തെളിവിന് യോഗ്യാന്ന് തന്നെയാ ഞാനും പറയണത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞെന്താ, അതില് എന്തിനു കിട്ടൂല, റിജാലുള്ള കൈപ്പിനെ കൊണ്ട് സഹായം തരാൻ കിട്ടൂല എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ശരി. പക്ഷെ മൂപ്പരും പറഞ്ഞ എന്തിനാണ് അഖൂലു കമാ ഖാലൂന. മറ്റൊരു പറഞ്ഞ പോലൊക്കെ ഞാനും പറയാണ് ഈ ഹദീസ് തെളിവിന് യോഗ്യാണെന്ന്. ബുഖാരിയിലുള്ള, ഇനി ആലോചിക്കുക, ബുഖാരിയിലുള്ള ചില ഹദീസ് അതിന്റെ റാവിമാരെ കുറിച്ച് ശരിക്കും ചിന്തിക്കണം. അദ്ദേഹം ഷിയ ആശയക്കാരനാണെന്ന് പറഞ്ഞവരുണ്ട്. അത് നുക്കാദ് ഹദീസ് വിശാരദ പണ്ഡിതന്മാർ. അത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ. ഇവരേതെങ്കിലും ഒരു റാവിയിൽ ഇന്ന പ്രശ്നമുണ്ട്, ആ മൂപ്പർക്ക് ഒരു സൂഉൽ ഹിഫ്ള് ചെറുതായിട്ടുണ്ട്, ഇത് ഇന്ന ആള്, അതുകൊണ്ട് ചങ്ങായിമാരെ ഹദീസ് എങ്ങനെ ലൈഫാവുക? അങ്ങനെയാണെങ്കിൽ ബുഖാരിയിലുള്ള ഹദീസിന്റെ റാവിമാരെ കുറിച്ച് ഷിയാവി ഉണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ ബുഖാരിയിൽ ലൈഫ് ഉണ്ട് സലാം സുല്ലമി പറയണ നിങ്ങൾ സ്വീകരിക്കണ്ടേ? അത് ശരി. എന്നാ പിന്നെ സലാം സുല്ലമി പറഞ്ഞത് അത് ശരിയാണ് കേട്ടാ. കാരണം അതിൽ ലൈഫായ ആ ഹദീസ് ഇല്ല നിങ്ങൾ പറയലോട് കൂടെ അതിൽ ഷിയാക്കള് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എത്ര നുക്കാത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വീകരിക്കണ്ടേ? അപ്പൊ ഒരാളുടെ പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. ആ ഒരാളാണെങ്കിലോ മിൻ റിജാലി മുസ്ലിമിന്റെ റിജാലിൽപ്പെട്ട ആളുമാണ്. ഫഇന്ന റിജാലഹു കുല്ലുഹും സിഖാത്തുൻ സിൽസിലത്തുൽ ലഈഫ. ആരി അൽബാനി പറയാണ് 290 അൽബാനി പറയാ എല്ലാരും സിഖാത്താൻ. ശരിക്കും മനസ്സിലാക്കണം. ഫഇന്ന റിജാലഹു കുല്ലുഹും സിഖാത്തുൻ. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകളും വിശ്വസ്ത യോഗ്യരാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് അല്ലാത്ത എല്ലാവരും. വഹുവ അൽ ലൈസി. ഉസാമത്ത് ബിൻ സെയ്ദ് ആരാ? ലൈസിയാണ്. അദ്ദേഹമാണെങ്കിലോ മിൻ റിജാലി മുസ്ലിം. ഇമാം മുസ്ലിം അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂപ്പര് എന്തായാലും ഓക്കെയാണ്. കണ്ടോ, ഇതാരാ പറഞ്ഞ്? സിൽസിലത്തുൽ ലഈഫ വൽ മൗലൂഅ അൽബാനിയ പറയുന്നത്. ഇനിയോ പിന്നെ ഏതാളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന ആള് സൂഉൽ ഹൈഫലിന്റെ കാര്യത്തിലാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ സൂഉൽ ഹൈഫലും കൂടെ അല്ല അവിടെ ഉള്ളത്, വഹ്മുണ്ട് എന്നാ, വഹ്മ് ഉള്ള ആള് എന്ന ഹദീസിന്റെ ഒരു റാവിയെ കുറിച്ച് പറയുന്നത്. വഹ്മില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ചങ്ങയ്യേ? എന്താ ഈ വഹ്മ് എന്ന് പറഞ്ഞാല്? വഹ്മില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അല്ലാതെ റസൂലല്ലാത്ത അമ്പിയാർ വഹ്മുണ്ടാവാം. വഹ്മ് സഹാബത്തിൽ നിന്ന് പോലും സംഭവിക്കാം അല്ലേ? വഹ്മില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമോ? മനുഷ്യനാണെങ്കിലും വഹ്മുണ്ടാകും. അത് അമ്പിയാന്റെ ഒഴികെ. അമ്പിയാന് അതിൽ നിന്ന് മുനസ്സഹീങ്ങളാണ്. അല്ലാത്ത ആളുകൾക്കൊക്കെ വഹ്മുണ്ടാവാം. അതുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാരാരും തള്ളിയിട്ടില്ല. അതുകൊണ്ടാ ഒറ്റ പണ്ഡിതൻ അത് ലഈഫാന്ന് പറയാത്തത്. ഒരൊറ്റ പണ്ഡിതൻ പോലും അത് ലഈഫാണെന്ന് പറയാത്തതും അതുകൊണ്ടാണ്. മറ്റ് അല്പമെങ്കിലും ഈ ഹദീസിനെ ലഈഫാക്കാൻ മാർഗമുണ്ടായിരുന്നു എങ്കിൽ ഇബ്നു തൈമിയ അൽ കലിമു തയ്യിബിൽ ഉദ്ധരിച്ച് പറയുമായിരുന്നു ഇത് സ്വീകരിക്കാൻ പറ്റൂലട്ടോ, ലഈഫാണ്. അല്ലമാരടക്കം ഒരാളും ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അത് ലഈഫാന്ന് പറഞ്ഞ പണ്ഡിതനാരാ? ആ പണ്ഡിതൻ ആ പൂർവികനായ ഒരു ഇമാമിനെ കാണിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ വഹാബി അടിപതറുന്നു. കാരണം ഓല് സ്റ്റേജിലും പേജിലും എഴുതുന്നു ഒരു ബലഹീനമായ ഒരു ലഈഫായ ഹദീസ്. ഞാൻ ചോദിക്കട്ടെ, പൂർവികനായ ഏത് ഇമാമാണ് ഈ ഹദീസ് ലഈഫാക്കിയത്? ഇമാം ബസ്സാർ. ശരിക്കും ശ്രദ്ധിക്കണം, ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ ഏത് പണ്ഡിതനാണ്, ഈ പൂർവികനായ ഏത് ഇമാമാണത് ലഈഫാണെന്ന് പറഞ്ഞത്? ആളെ കൊണ്ടുവന്നോളൂ, നോ പ്രോബ്ലം. നമുക്കും തള്ളാലോ ആ ഹദീസ്. ആ ഹദീസ് പൂർവികനായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ലഈഫാക്കിയതുണ്ടെങ്കിൽ. പറച്ചോനെ അൻവർ അഹമ്മദിനെ ഒക്കെ കെട്ടിയച്ചിട്ട് വിട്ടുങ്ങാണ്ട് അൻവർ അഹമ്മദ് ഒക്കെ വന്നിട്ടുണ്ട്. അൻവറെ മോശമായി പോയിട്ടോ, നിന്റെ കുട്ടിന്റെ താഴത്ത് നിങ്ങൾ കമന്റ് എഴുതിയത് അതൊന്നും ശരിയായ നിലപാടായില്ല. നമ്മളെ കുട്ടിന്റെ താഴത്ത് തന്നെ നിങ്ങൾ കമന്റ് എഴുതിയത് മോശമായി എന്നുള്ളൊരു അഭിപ്രായം സൗഹൃദ ബന്ധത്തിൽ നമ്മൾ കുറെ കാലമായിട്ട് കാണുന്ന ആൾക്കാരല്ലേ, അത് മോശമായിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യാണ്. എനിക്ക് ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് വരാം. അപ്പൊ ലോകത്ത് ഒരു പണ്ഡിതനും പൂർവികനായ ഒരു പണ്ഡിതനും അത് ലഈഫാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മി ഒരുപാട് സമയമായി മൈക്കിന് വേണ്ടി കൈബന്ധിച്ചു നിൽക്കുന്നു. അദ്ദേഹം മൈക്കെടുത്തത് കണ്ടില്ല. നിങ്ങൾക്ക് മൈക്ക് വേണോ ബിസ്മി? ബിസ്മി മൈക്കിന് വേണ്ടി തന്നെയാണോ വന്നിട്ടുള്ളത്? അങ്ങനെ ഞാൻ മൈക്ക് വിടാം. അതല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇസ്ലാമിലെ ആചാരം അനുഷ്ഠാനം അങ്ങനെ രണ്ട് രീതിയിലാണോ കർമ്മങ്ങളുള്ളത്? ഈ കർമ്മങ്ങൾ ആചാരം അനുഷ്ഠാനം എന്ന രീതിയിലുള്ള വേർതിരിവിന് വല്ല പ്രമാണമുണ്ടോ? ചോദ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. പൗലോസ് കേട്ടില്ലേ ചോദിച്ചത്? പൗലോസ് ചോദിച്ചത് കേട്ടിട്ടില്ലേ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആചാരം അനുഷ്ഠാനം ഇതാണ്. ഇത് തമ്മിലുള്ള ഒരു എന്താണ് ഇപ്പൊ അതിന്റെ വ്യത്യാസം? എന്താണ് ഇത് തമ്മിലുള്ള വല്ല വ്യത്യാസമുണ്ടോ? ആചാരവും അനുഷ്ഠാനവും ഏകദേശം ഭാഷാപരമായിട്ടല്ല, എന്തായാലും പിന്നെ കാഴ്ചപ്പാടിൽ ഒന്ന് തന്നെയാണ്, ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും. ഇനിയിപ്പോ ആചാരം എന്നത് കേവല പിന്നെ അതിന് എന്ത് ചെയ്യേണ്ടതില്ല, മതപരമായ ഇതിൽ പിന്നെ പുറത്തായ കാര്യങ്ങൾ അതിലും അതള ജീവിത രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ാണ് ആചാരം. ഉദാഹരണം നാട്ടാചാരം, നാട്ടിലുള്ള ആചാരങ്ങൾ, അങ്ങനെയുള്ള ഇതൊക്കെ അതിൽ എന്ത് എനിക്കൊരു കട്ടില്ല ബ്രജ. ഇപ്പൊ അയ്യ അത് മോശമായി പോയിട്ടാ, നിങ്ങളെ നെറ്റിന് കട്ടുണ്ട്, ഇപ്പൊ എനിക്ക് കട്ടൊന്നുമില്ല എന്ന് അറിയിക്കാണ്. പോയാ എനിക്ക് കട്ടില്ലല്ലോ, ഇപ്പൊ ഞാനൊക്കെയാണ്, എനിക്കാണ് കട്ടിന്ന് വാർച്ചോടെ മാനം പോയി. എന്നാ ഓക്കെ. ആചാരം എന്നാൽ ഒരു ബൃഹത്തായ അർത്ഥമുണ്ട്. അഥവാ മതത്തിന് പുറത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും ഒക്കെ, അഥവാ മതത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ മതപ്പെടാത്ത കാര്യങ്ങൾ, മതത്തിൽ പെടാത്ത കാര്യങ്ങൾ, സാധാരണയിൽ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ആചാരം എന്ന പദപ്രയോഗം സാധാരണയിൽ. എന്നാൽ അനുഷ്ഠാനം എന്നാൽ ഒരു മതത്തിന്റെ സർക്കിളിൽ വരുന്ന വിഷയങ്ങളും ആയിരിക്കും. തത്വത്തിൽ പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒന്നാണെന്ന അർത്ഥം. കട്ടുണ്ടോ? ആരും മുണ്ടെന്നൊന്നും കാണുന്നില്ല, ഒരു പുഗും കൂടി വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആകുകയാണ് ഞാൻ. ഓക്കെ, മാഷാ അല്ലാഹ്. ഞാൻ മൈക്ക് വിട്ടു. അവരുടെ വിഷയം എന്തെങ്കിലും ഇനി ഇത് സംബന്ധമായി വല്ലതും ചോദിക്കാണ്ടോ ചോദിക്കാം.